ഹായ് ഗായ്സ്, എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വീടൊക്കെ വന്നിങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പഴയ കുറേ സാധനങ്ങൾക്കിടയിൽ എൻ്റെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മളിങ്ങനെ ഓട്ടോഗ്രാഫ്സ് ഒക്കെ എഴുതുമല്ലോ. അപ്പോൾ അത് ഇങ്ങനെ കിട്ടി. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഒന്ന് എടുത്ത് വായിച്ച്, നമ്മളിപ്പോൾ നോർമലി വായിക്കുമല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് ഭയങ്കര എന്തോ ഈ പണ്ടത്തെ ഓരോ മെമ്മറീസുകളൊക്കെ നമ്മളിങ്ങനെ അയവിറക്കുന്നൊക്കെ പറയുന്ന പോലെ ഒരു ഭയങ്കര ഒരു ആവേശം അല്ലെങ്കിൽ സന്തോഷമൊക്കെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു മൊത്തം വായിക്കണ്ട, അപ്പം അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ പോവുമല്ലോ. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ഓട്ടോഗ്രാഫ്സിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ അന്ന് എഴുതിയ കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് എന്നല്ല, കുറച്ച് കോട്ട്സ് അല്ലെങ്കിൽ ഒരിക്കൽ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കാണണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോയെ കുറിച്ച് തോന്നുന്നത് കമൻറ്റ് എഴുതാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഗൈസ്. നിങ്ങളങ്ങനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. ആക്ച്വലി എൻ്റെ രണ്ടുണ്ട്. ഓക്കെ, രണ്ടുണ്ടെങ്കിലും രണ്ടിൽ ഫുള്ളില്ല, ഇടയിലിടയിൽ കുറേ ഗ്യാപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ കുറച്ചൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്കത് വായിക്കാം. ഓക്കെ, കുഞ്ഞിന് തുടങ്ങാമേ. അപ്പം ഈ എഴുതിയ ഫ്രണ്ട്സിൻ്റെ പേര് പറയണമോ പറയണ്ടയോ എന്നുള്ളൊരു സംശയമുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു പറയണോ. അപ്പം എനിക്ക് അറിഞ്ഞൂടാ പറയണോ പറയണ്ടോ എന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ അതിൽ കാര്യമില്ല. ഇപ്പോൾ ഫ്രണ്ട്സിന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ പേര് വിടും. ഇനി അഥവാ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന ആരെങ്കിലും എഴുതിയതൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ചെയ്യുന്നൊന്നും അറിഞ്ഞുവിടാം, എന്നാലും പറയാം. അപ്പോൾ ആദ്യം, ഡിയർ നിമ്മി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അപ്പോൾ മറക്കാൻ ശ്രമിച്ചാലും വെറുക്കാൻ ശ്രമിക്കരുത്. നല്ലവണ്ണം പഠിച്ച് പാസ്സാവുക, ഇതാവണം നമ്മുടെ ലക്ഷ്യം. കാക്കട്ടെ അള്ളാഹു. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. പിന്നെ പഠിച്ച് എപ്പോഴെങ്കിലും നീ ഡോക്ടറായി ഇരിക്കുമ്പോൾ ഞാൻ രോഗിയായി വന്നാൽ ഹൗ ആർ യു എന്ന് ചോദിച്ചാലും ഹു ആർ യു എന്ന് മാത്രം ചോദിക്കരുത് ഗൈസ്. വല്ലാത്ത ഒരു ടച്ചിങ് ആണ് ഗൈസ്. ഒരു ഡോണ്ട് ഫോർഗെറ്റ് മീ, ഒരിക്കലും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. നിനക്ക് നല്ല ജീവിതം ഉണ്ടാവട്ടെ. ഓൾവേസ് ഹാവ് യു മൈ ഗുഡ് ഫ്രണ്ട്. പറയണോ പേര്? ഇവൾ ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണും. ആ ടൈമിൽ ഇവർക്ക് ഓർമ്മ വരുവാണെങ്കിൽ ഇവൾ പറയട്ടെ. അപ്പം അത് കഴിഞ്ഞ് ഇനി അടുത്തത്. ഓക്കെ, ഡിയർ സൽമ, an arrow can only be shot by pulling it backward. So life dragging it back with difficulties. It means it going to lunge it. It means that it is going to lunge is into something great. എന്ത് തേങ്ങയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. Launch ആണ് ഗൈസ്. Going to launch something great. May Allah give all the happiness in us. By us. സത്യം പറഞ്ഞാൽ ഭയങ്കര അതെന്താന്ന് വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ഇവരിങ്ങനെ എഴുതിയേക്കുന്നത്. സോ എനിക്ക് എന്താ പറയുക, ആ സ്പെല്ല് എഴുതിയ എനിക്ക് പിടുത്തം കിട്ടിയില്ല ഗൈസ്. പണ്ട് ചിലപ്പോൾ എനിക്ക് കേൾക്കുമായിരിക്കും. ഇപ്പോൾ എനിക്ക് ഡെക്കറേഷൻസ്, നമ്മളിപ്പം സ്കൂൾ പഠിക്കുന്ന ടൈമിൽ നമ്മൾ എഴുത്തൊക്കെ നന്നാക്കി എഴുതണം, അല്ലെങ്കിൽ ആ ഒരു കോപ്പിയൊക്കെ എഴുതുന്ന ടൈമിൽ നമ്മൾ ഫുൾ നീറ്റ് വെറൈറ്റീസ് ഒക്കെ. എൻ്റെ ഫ്രണ്ട്സിന് കുറേ വെറൈറ്റി ഹാൻഡ് റിട്ടൺ ആയിരിക്കും. പക്ഷെ ഇപ്പോൾ നോർമലി എൻ്റെ സ്റ്റാർട്ടോ ഞാനിങ്ങനെ എഴുതുമ്പോഴാണ് നോർമലി എന്തെങ്കിലുമൊക്കെ എഴുതിട്ടാൽ മതി, വായിക്കാൻ പറ്റിയാൽ മതി, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് അടിപൊളി സംഭവം, എഴുത്ത് നല്ല നൈസായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഡിസൈൻ കാരണം എനിക്കത് മനസ്സിലാവണില്ല ഗൈസ്. അത്രേ ഉള്ളൂ, ഇതിൽ ഇത്ര എഴുതിയിട്ടുള്ളൂ. പിന്നെ അടുത്തത്, ഡിയർ സൽമ, ഓ മൈ ഫ്രണ്ട്സ്, എൻ്റെ കണ്ണുകളിൽ ഞാൻ കാണുന്ന നിൻ്റെ മുഖം. ആ മറ്റേ സംഭവം ഞാൻ പാടുന്നില്ല, വേണമെങ്കിൽ ഞാൻ ആ പാട്ട് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ആ പാട്ട് അത്രയൊക്കെ മതി, ആസ്വദിച്ചു. അപ്പം സോറി, ആ സ്റ്റേറ്റ്മെൻറ്റിൽ കൂടെ വേറെ സംഭവമുണ്ട്. സോറി, ഈ പാട്ട് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. തെറ്റില്ലെങ്കിൽ ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ സ്കൂൾ ലൈഫ് ഓർക്കുക പ്ലീസ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സ്കൂൾ ജീവിതം കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഡോണ്ട് ഫോർഗെറ്റ് മീ. ഓക്കെ,
യാ അപ്പം അതും കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് ഡിയർ ഫ്രണ്ട്. അവർ പാത്ത് മേ ചേഞ്ച് ആസ് ലൈഫ് ഗോസ് അലോൺ, but the bond between friends remains ever strong. Despite the advice about choosing your friend wisely, you really cannot choose your friends. They choose you. Think about your future. ഒരു നല്ലൊരു നോർമൽ മെസ്സേജസ്. ഇനി അടുത്തത് ഹായ് ഫ്രണ്ട്. Friends are the ones who loves you the most, but sometimes hurt you a lot. But then again, they are the only ones who feel your pain most. So don't lose such a friends ever. Okay. We spent most of the time with happiness. We shared our feelings. Days were passed, and now it's the time to apart from each other. Let's hope that we will meet at any other place in our future life. വിത്ത് ലവ്സ്. നല്ല മെസ്സേജ്, ഒരു നല്ല രസമുണ്ട്. ഇനി അടുത്തത് ഡിയർ ഫ്രണ്ട്. നല്ല സൗഹൃദം അതിരുകളില്ലാത്ത ആകാശം പോലെയാണ്. ബർത്ത് ഈസ് സ്റ്റാർട്ട് ഓഫ് ലൈഫ്, ബ്യൂട്ടി ഈസ് ആർട്ട് ഓഫ് ലൈഫ്, ലവ് ഈസ് പാർട്ട് ഓഫ് ലൈഫ്, ബട്ട് ഫ്രണ്ട്ഷിപ്പ് ഈസ് ദ ഹാർട്ട് ഓഫ് ലൈഫ്. ഒരു രസമുള്ളൊരു സംഭവം. ദ ബോണ്ട് ബിറ്റ്വീൻ യു ആൻഡ് മീ ഈസ് വെരി സ്ട്രോങ്. ശരി വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ മെസ്സേജ് കുറേ കാലങ്ങളായി കഴിച്ചു. പക്ഷെ കാര്യമില്ല, പക്ഷെ ഒരു രസമാണല്ലോ. പിന്നെ നമുക്കൊരു ഫോട്ടോസൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ആക്ച്വലി. ഓക്കെ. മുത്തുമോളെ സൽമ. നല്ലത് സംസാരിക്കാൻ ശ്രമം നടത്തുന്ന ഒരു പ്രഗത്ഭയാണ് സൽമ എന്ന് എനിക്കറിയാം. ഓഹോ. എന്നാലും മോളെ, അന്ന് സ്കൂൾ ഡേൻ്റെ പരിപാടിക്ക് ഓടിയാലിയ അതൊരു വല്ലാത്ത ഓട്ടം തന്നെയാണ്. പിന്നെ ഒരു കാര്യം, എന്നെ ആയാലും ഓടക്ക് പോയാലും അന്നേ കൂടെ ഉള്ളതും മാതാപിതാക്കളോടുള്ളതും കുറഞ്ഞു പോകില്ല. ശരി, അത് മലയാളത്തിലല്ല ആക്ച്വലി. അതായത് തുടക്കത്തിൽ മലയാളമാണെങ്കിലും പിന്നീട് വന്നപ്പം നമ്മുടെ നാടൻ ഭാഷയായിരിക്കും. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തത് ഡിയർ സൽമ. ആഗ്രഹവും അഭിരുചിയും അവസരവും ഒത്തുചേർന്നാൽ മാത്രമേ വിജയം സാധ്യമാകൂ. അതുകൊണ്ട് ജീവിതത്തിലെ മുന്നോട്ടുള്ള ഓരോ ചുവടുവെപ്പും പുതിയ ആഗ്രഹങ്ങളോടെ ആവണം. അതിൽ ഓരോന്നിലും അഭിരുചി വളർത്തിയെടുക്കണം. എങ്കിൽ ജീവിതം നിന്റെ മുമ്പിൽ തുറക്കുന്നത് വിജയ കവാടമായിരിക്കും. വാക്കുകൾ ഓർമ്മിക്കാനാണ്, ഓർമ്മകൾ ചിന്തിക്കാനാണ്, ചിന്തകൾ പ്രവർത്തനത്തിനാണ്, പ്രവർത്തനങ്ങൾ ഭാവിക്കാണ്. യെസ്, അവിടെ ഡാർക്കിൽ തന്നെ അവിടെ ഡാർക്ക് വെച്ചിട്ട് എഴുതിക്കുന്നു, ഭാവിക്കാണ്. അതുകൊണ്ട് ജീവിതത്തിൽ കുതിർക്കുന്ന ഓരോ വാക്കുകളും പ്രവർത്തനത്തിലേക്കു എത്തിക്കാൻ ശ്രമിക്കുക. ഉറപ്പായിട്ടും. കുറെ കാലമായി എത്തിയിട്ടില്ല, ഇതുവരെ എത്തുമായിരിക്കും, എവിടെയൊക്കെ എത്തണമല്ലോ. ഇനി അടുത്തത് ഡിയർ സൽമ. ഇന്ന് എന്നീ രണ്ട് കാര്യങ്ങൾ നമ്മെ തകർക്കുന്നു. ഒന്ന് കഴിഞ്ഞു പോയി, മറ്റൊന്ന് വരുന്നതേ ഉള്ളൂ. അതിനാൽ ഇന്ന് നന്നായി ജീവിക്കുക. ഫ്രണ്ട്ഷിപ്പ് ഈസ് നോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി, but it is a sweet responsibility. All the best in your future. Alright. Don't forget me. Okay. Love you, Salma. Love you too. Yeah. Good. ഇനി അടുത്തത് ഡിയർ സൽമ. Sees you at your best. Sees you at your worst. Sees you come last. Sees you come first. Sees you lose. Sees your highs. But through all of this, friends are always stand by. May Allah bless you. Very good. ഇനി അടുത്തത് ഹായ് മൈ ഡിയർ ഫ്രണ്ട് സൽമ. സ്വപ്നം ജീവിതാവസാനം വരെ ഉണ്ടാവണം. അതൊരിക്കലും അവസാനിക്കില്ല. അതുപോലെയാണ് ഫ്രണ്ട്ഷിപ്പ്. ഒരു നല്ല ചങ്ങാതി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരിക്കലും ഗുഡ് ബൈ പറഞ്ഞു പോവില്ല. അത്തരം ഒരു സുഹൃത്താണ് നീ എനിക്ക്. ലവ് യു ഡിയർ. ഡോണ്ട് ഫോർഗെറ്റ് മീ. ട്രൂ ഫ്രണ്ട്സ് ആർ ലാസ്റ്റ് ഫോർ എവർ. ശരി. ഇവളുമായിട്ട് ഞാൻ ഇപ്പോഴും കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ട്. ഇവള് മെസ്സേജ് കളിക്കും ഇടയ്ക്കിടയ്ക്ക്. എല്ലാവരും മെസ്സേജ് ഇല്ല, എന്നാലും നമ്മൾ മെസ്സേജ് അയക്കണമല്ലോ. ഓല് മാത്രം എപ്പോഴും മെസ്സേജ് അയക്കണമെന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വായിക്കുക. അപ്പോഴാണ് ഓലിക്കും ഒരു തോന്നുക. ഓലും ഇങ്ങനെ ചിന്തിച്ചാൽ നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഫ്രണ്ടാണ്, നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്നും നോക്കണ്ട. അവിടെ ഈഗോ അല്ലെങ്കിൽ അങ്ങനെ ഓള് മെസ്സേജ് അയച്ചില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാ, അങ്ങനൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ആരാണോ ഒന്നും നോക്കണം. മെസ്സേജും നോക്കണം. മെസ്സേജ് അല്ലെങ്കിൽ കോള്. നോർമലി ഞാൻ എല്ലാവരും ഇങ്ങനെ കോൾ ചെയ്ത് എല്ലാവരും അറിയില്ല, എന്നാലും ഞാൻ മെസ്സേജ് അയച്ച എല്ലാവരും എനിക്ക് ജീവനുണ്ട്, നിങ്ങൾക്കും ജീവനുണ്ടല്ലോ എന്നുള്ള ഒരു ഇതെങ്കിലും ഞാൻ കാണിക്കും ഗൈസ്. ഇനി അടുത്തത് ഡിയർ നിമ്മി.
The happiness you feel is directly proportional to the amount of happiness you offer to others. അമ്മേ, ഇനിയും പഠിക്കാൻ പോകണോ എന്നൊരു സംശയം. പഠിക്കാൻ പോവാണോ എന്നൊരു സംശയം. കുറേ ഇക്വേഷൻ്റെ രൂപത്തിലാണ്, ഇച്ചിരി കൂടിയ പഠിപ്പിയാണ്. യു ആർ സംതിങ് സ്പെഷ്യൽ ഫോർ us because there is a nobody in the place of you in our heart. ഭയങ്കര ഗൈസ്. You and your jokes are the most precious for us. Wishing you all the happiness in your life. Bye, loving friend. Yeah. ഇനി നെക്സ്റ്റ് അടുത്തത് നല്ല അടിപൊളി എഴുത്തൊക്കെയാണ് കേട്ടോ ഗൈസ്. നല്ലതൊക്കെ തിരിച്ചെഴുതിക്കുന്നു, നമുക്ക് വായിക്കാം. എൻ്റെ സംഭാവനകളിൽ ഞാനൊരു വിലയും കൊടുക്കാതെ വാങ്ങിയ ഒരു സുഹൃത്തായിരുന്നു ഫ്രണ്ട്സ്. എന്നാൽ അവരാണ് ഇന്ന് എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ളത്. ഓക്കെ, ഇനി ബാക്കി നമ്മൾ തിരിച്ചേക്കാം. This is a story about you. Once upon a time, a jumped ever the jumpest. Oh. നല്ലൊരു ഇതാണ് ഏതോ. And the jumpest failed before the jump and the jump continued to jump and jumped above the highest. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ബട്ട് ഞാൻ നിർത്തി. The friendship is the most valuable gift that Allah gave me as a feature. വലിയ പുള്ളിയാണ് ആക്ച്വലി, പുള്ളിക്കാരനൊരു വലിയൊരു പുള്ളിയാണ്. പുള്ളിക്കാരൻ്റെ ഒരു സംഭാവന തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ജമ്പ് താനാവട്ടെ, മനസ്സിലാക്കണമല്ലോ. അതെ, തൻ്റെ ആഗ്രഹങ്ങൾ താൻ സഫലീകരിക്കട്ടെ. അപ്പോൾ ഇതിന്ന് നെക്സ്റ്റ് റൗണ്ട്. മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ഫ്രണ്ട് സൽമ. ഒരു ചില്ലുടക്കാൻ കല്ല് മതി, ഒരാളെ വെറുപ്പിക്കാൻ നാവ് മതി. നിന്നെപ്പോലെ ഒരു സുഹൃത്തിനെ കിട്ടാൻ വർഷങ്ങളോളം വേണ്ടിവരും. പ്രണയം ഒരു പക്ഷേ വേദനയിൽ അവസാനിക്കാം. എന്നാൽ ഒരു നല്ല സുഹൃത്ത് എല്ലാ വേദനകളും അകറ്റാനുള്ള മരുന്നാവണം. ബെസ്റ്റ് ഓഫ് ലക്ക്. ഗോഡ് ബ്ലെസ് യു. ബൈ യുവർ ലവിങ് ഫ്രണ്ട്. ഡിയർ ഫ്രണ്ട് നിമ്മി. Friends are the blessing that we get in our lifetime, and those memories are that much precious. Friends fill the gaps in life. Be happy and take all things positive. May Allah bless you, me and everybody with loads of happiness in life. Okay, wish you all the success in your future. Keep your smile in your face always. Miss you a lot with lots of love and affections, your friend. Don't forget me. Keep in touch after our 12th too. Love you, Selma. ഇപ്പോഴും ടച്ചില്ല, അതാണ് ശരിക്കുള്ള വാസ്തവം. ടച്ചില്ല ഗൈസ്, എന്നാലും ഇനി അടുത്തത് പരീക്ഷ. ഡിയർ നിമ്മി, പരീക്ഷ എന്ന യുദ്ധക്കളത്തിൽ പേന ആയുധമായി 12th എന്ന ലക്ഷ്യത്തെ നേരിടാൻ വേണ്ടി നിനക്ക് 1000 അഭിനന്ദനങ്ങൾ. കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ താങ്ക് യു എന്ന് പറയുന്നില്ല. ലവ് ഈസ് എ സ്മോൾ കോയിൻ, ലൈഫ് ഈസ് എ ഗുഡ് കോയിൻ, വൈഫ് ഈസ് എ ലക്കി കോയിൻ, lover is a bumper coin, friendship is a gold coin. Yay! നിങ്ങളുടെയൊക്കെ മനസ്സിലൊരു ചെറു പുഷ്പം പോലെ വന്ന ഈ കൂട്ടുകാരെ ഒരിക്കലും മറക്കരുത്. ആരായിരുന്നു? മറന്നിട്ടില്ല ഗൈസ്. ടച്ചില്ല, എന്നാലും മറക്കില്ല ഒരിക്കലും. മരിക്കുന്ന നാൾ വരെ മാറ്റത്തെ കരുതിയാൽ മരിച്ചെന്ന് കരുതുക. മറന്നു എന്ന് കരുതിയാൽ മരിച്ചെന്ന് കരുതുക. അയ്യോ, അങ്ങനെയാണെങ്കിൽ മരിച്ചു ഗൈസ്. സോറി, മരിച്ചിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് കോൺടാക്ട്സ് ഇല്ലല്ലോ. സോ അപ്പം മറന്നു എന്നാണല്ലോ. അപ്പം മറന്നു എന്നാണെങ്കിൽ മരിച്ചു എന്നാണല്ലോ. ആ ഒരു ഇതിൽ പറഞ്ഞ കേട്ടോ. ആ ഒരു ബൈബിലങ്ങ് എടുക്കുക. പുഴയിലെ പുഷ്പമാണ് നീ എന്തിനു ഭയപ്പെടുന്നു? പുഴ ഇനിയും ഒഴുകും, നമ്മൾ ഇനിയും കണ്ടുമുട്ടും. ഞാൻ കുറെ വർഷമായി ഇവിടെ കണ്ടിട്ട്. എന്തോ പുഴയുടെ സ്റ്റെക്കായി ഗൈസ്. ഇത് നെക്സ്റ്റ്. ഓക്കെ, മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് നിമ്മി. മിൻമിനി, ബ്രാക്കറ്റിൽ മിൻമിനി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ ട്രോൾ ചെയ്തായിരിക്കും. എത്ര ദൂരത്തായാലും എത്ര അകന്നാലും ഒന്നും മിണ്ടാതിരുന്നാലും ഒരിക്കലെങ്കിൽ ഓർക്കാൻ കഴിയുന്നതല്ലേ ഫ്രണ്ട്. എ റിയൽ ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, നിനക്കായി എൻ്റെ 4 ഉമ്മകൾ. ഹാജറുമ്മ, പാത്തുമ്മ, മറിയുമ്മ, ബീഫാത്തുമ്മ എൻ്റെ ഒരു ഉമ്മയായതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കിയൊക്കെ ഏതുമ്മയാണാവോ? അവളുടെ ആരെങ്കിലും ബന്ധുക്കളായിരിക്കും. എന്തായാലും കിടക്കട്ടെ, കുറേ ഉമ്മകളായിരിക്കും. ഇനി അടുത്തത്. മൈ ഡിയർ നിമ്മി. പരീക്ഷ എന്ന യുദ്ധക്കളത്തിൽ പേന എന്ന വാളുമായി മഷി എന്ന രക്തമലിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന കൂട്ടുകാരി. ഇത് ഞാൻ എവിടെയോ, യെസ്, അത് തന്നെയാണ് ഇത്.
Past is a waste paper. Present is a newspaper. Future is a question paper. So be carefully read and write, otherwise life will be a tissue paper. ആ നല്ല രസമുണ്ടല്ലേ കേൾക്കാനും. മൊത്തത്തിലൊരു വൈബുള്ള ഒരു കോഴ്സ്. ഡോണ്ട് ഫോർഗെറ്റ് മീ, യുവർ സ്വീറ്റ് ഫ്രണ്ട്. ഓർമ്മിക്കാൻ മറന്നാലും വെറുക്കരുതേ മോളെ. ഓർമ്മിക്കലുണ്ട്, ഇവിടെ ഞാൻ ഓർമ്മിക്കലുണ്ട്. അല്ല, ഇവള് ചില സമയത്തൊക്കെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കുമല്ലോ. Next one, my cute friend. I just want to wish you good health and happiness and thank you for being a part of my life. Memories lasts forever and never doesn't die. True friends stay together and never say goodbye. A friend will always make you smile, especially when you don't want to. Fake friends are like a shadows, always near you at your brightest moments, but now here to be seen at your darkest hours. Be careful when you choose a friend because the faith. എനിക്ക് ഈ ഡാർക്കിൽ തന്നെയാണ് ഒരു ചിത്രമുണ്ട്, ആ ചിത്രത്തിൽ തന്നെയാണ് കറുത്ത മഷി കൊണ്ട് എഴുതുമ്പോഴേ ഒന്നും നമുക്ക് എത്തണില്ല ഗൈസ്. ചൂസ് എ ഫ്രണ്ട് ബിക്കോസ് ദ പെയിൻ ഈസ് മച്ച് മോർ ദാൻ എനിത്തിങ് ഗിവൻ ബൈ അവർ ഫ്രണ്ട്. അതായത് എ ഫ്രണ്ട് മോർ ദാൻ ഗിവിങ് ഫ്രണ്ട് വെരി, അതത്രേ ഉള്ളൂ ഗൈസ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, വായിക്കാൻ കിട്ടുന്നില്ല ഗൈസ്. സോ അതെ, ഇനി നമുക്ക് എത്ര ഉള്ളത്, 2 കൂടി ബാക്കിയുണ്ട് ഗൈസ്. അപ്പോൾ അതും കൂടി വായിച്ചിട്ട് തീർക്കാം. മൈ ഡിയർ ഫ്രണ്ട്, സോറി തലതിരിഞ്ഞ ഫ്രണ്ട്. ആരുടെ ഇത് ഇവളെങ്ങനെ എഴുതു ഗൈസ്? മൈ ഡിയർ ഫ്രണ്ട്, തലതിരിഞ്ഞ ഫ്രണ്ട്. അഗൈൻ, നമുക്കിനിയും ഈ വഴിയിലൂടെ വരാം. എങ്ങോട്ട്? അങ്ങനെയല്ല ശരിക്കും വായിക്കേണ്ടത്. നമുക്കിനിയും ഈ വഴിയിലൂടെ വരാമൊരിക്കൽ. അന്നും നാം ഇന്നത്തെ കുസൃതികൾ തുടരുമെങ്കിൽ മായാത്ത വസന്തം പോലെ, പാടാത്ത പൂക്കൾ പോലെ ഈ നല്ല ഓർമ്മകൾ എന്നും മായാതെ ഇരുന്നെങ്കിൽ ഒരു പൂമ്പാറ്റയെ പോലെ നാം നടന്നേനെ. ഭയങ്കര സാഹസികമാണ് ഗൈസ്. എൻ്റെ ഈ വാക്കുകൾ ഉപകരിക്കട്ടെ. ഇൻ മൈ ഗാർഡൻ ദർ ആർ ലോട്ട്സ് ഓഫ് ഫ്ലവേഴ്സ്. യു ആർ മൈ വൺ ഓഫ് ദ റേറസ്റ്റ് ഫ്ലവർ. ഐ ലവ് യു സ്വീറ്റ് ഹാർട്ട് ബൈ യുവർ ലവിങ് ഫ്രണ്ട്. ഐ ലവ് യു. റിമെമ്പർ, ഡോണ്ട് ഫോർഗെറ്റ്. ഇവളെ ഞാൻ കാണലുണ്ട് ഗൈസ്, അതുകൊണ്ട് അതെനിക്കിഷ്ടമായി. എല്ലാം എനിക്കിഷ്ടമായി. പിന്നെ അടുത്തത്, മൈ ഡിയർ ഫ്രണ്ട് സൽമ. ഗുഡ് ഫ്രണ്ട് ആർ ഗുഡ് ഹാപ്പിനെസ്. യു ആർ മൈ ഫ്രണ്ട് ഇൻ മൈ ലൈഫ്. കീപ് ഓൾ ഗുഡ് ക്വാളിറ്റീസ് മേ യു ഹാവ്. ഞാൻ കണ്ട മുഖങ്ങളിൽ ചില മുഖങ്ങൾ എന്നും എൻ്റെ മനസ്സിൽ മായാതെ ബാക്കിയായ അതിലൊന്നാണ് സുഹൃത്തെ പുഞ്ചിരി നിറഞ്ഞ ഈ മുഖം. പുഞ്ചിരി നിറഞ്ഞ ഈ മുഖം, എൻ്റെ പുഞ്ചിരി. ട്രൂ ഫ്രണ്ട്സ് ആർ ലാസ്റ്റ് ഫോർ എവർ. വിഷ് യു ഓൾ ദ സക്സസ് ഇൻ യുവർ ഫ്യൂച്ചർ. ഓർക്കാൻ മറന്നാലും മറക്കാൻ ശ്രമിക്കല്ലേ ഈ സുഹൃത്തിനെ. ബൈ യുവർ ലവിങ് ഫ്രണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ്. ഹായ് സൽമ. ടു ഫൈൻഡ് എ വുമൺ യു need time and money. Therefore, woman equal to time into money. Time is money. Time equal to money. Therefore, woman equal to money square. Money is the root of all problems. Money problems. But you proved about the above equation are false. You are an awesome friend. Smart and true friend. With regards. All the best for your athletic life. അതൊക്കെ വിട്ട കാലം ഗൈസ്. പക്ഷേ ഇത് ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതി വയ്ക്കുന്നുണ്ട്. പലതിരിച്ച് എനിക്ക് കാണാം ഗൈസ്. അപ്പം നമുക്കിന്നിപ്പം ഒരു ബുക്ക് മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഞാനിതിന് സെക്കൻഡ് പാർട്ട് ചെയ്താലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇൻട്രസ്റ്റിലേക്ക് ഞാൻ എൻ്റെ ചാനലിടും, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് കണ്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത്രയും കുറേ ലോങ് ആയിപ്പോയി. ഞാനിത് ഇത്രയും മിനിറ്റിൽ ഞാൻ വീഡിയോസ് നോർമലി ചെയ്യാറില്ല. വെറുതെ ബോറടിപ്പിക്കണമല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് കൊടുക്കാൻ മറക്കരുത് ഗൈസ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ, അങ്ങനെയല്ലല്ലോ, അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ ഗൈസ്. ശ്രമിക്കരുത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ എനിക്ക് സോറി ഗൈസ്. ഞാൻ ഒന്നും കൂടി വായിക്കാമേ. ഫ്രണ്ട്സ് എല്ലാം മൈ ബിഗ് ഫ്രണ്ട് വൈസ്ലി ഐ ലൈക്ക് ദി കാറ്റ്സ്. അതെന്തിനാ അതെനിക്ക് അറിഞ്ഞൂടാ.
എനിക്ക് എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. അപ്പം ഞാനത് പാർട്ടോ പാസ്റ്റ് ഇല്ലേ എനിക്കോ ഉമ്മ മനുഷ്യ മാറ്റിട്ട് യെസ് പാസ്റ്റ് ആണ് യെസ് ആ അത്ര